വെൽക്കം ടു മൈ ചാനൽ. കേട്ടറ്റ് ടു എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് സോഷ്യൽ സയൻസിൻ്റെ മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ ഉപകാരമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഭൂവൽക്കം പ്രധാനമായും ഉൾക്കൊള്ളുന്നത്. ആൻസർ ഓപ്ഷൻ എ, സിലിക്കേറ്റുകൾ. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. ഏറ്റവും സാന്ദ്രത കൂടിയ ഭൂമിയുടെ പാളിയും ഭൂവൽക്കം തന്നെയാണ്. ഭൂവൽക്കത്തിന് രണ്ട് ഭാഗങ്ങളാണ്: വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. സിലിക്ക, അലൂമിനിയ എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കം സിയാൽ എന്നറിയപ്പെടുന്നു. സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കം സിമ എന്നും അറിയപ്പെടുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: കുറിഞ്ചി തിണയുടെ ഭൂമിശാസ്ത്ര സവിശേഷത എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, കുന്നിൻ പ്രദേശം. 5 തരത്തിലുള്ള തിണകളാണുള്ളത്: കുറിഞ്ചി പർവ്വത പ്രദേശം അഥവാ കുന്നിൻ പ്രദേശം, പാലൈ പാഴ്പ്രദേശം, മുല്ലൈ പുൽമേടുകൾ, മരുതം കൃഷിഭൂമി, നെയ്താൻ തീരപ്രദേശം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ, എം വിശ്വേശ്വരയ്യ. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്തിനെയാണ്. സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് അഫ്നോളജി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നും ഇന്ത്യയുടെ വന്യവയോധികൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയ വ്യക്തിയും ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയിൽ ശാസ്ത്രീയമായി ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് VK റാവുവാണ് 1931. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് PC മഹൽനോബിസ് ആണ്. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. എന്നാൽ സെൻട്രൽ സ്റ്റാറ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത് PC മഹൽനോബിസ് ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിന് പിതാവ് എന്നറിയപ്പെടുന്ന എം വിശ്വേശ്വരയ്യയാണ്. എം വിശ്വേശ്വരയ്യയുടെ പ്രസിദ്ധമായ കൃതിയാണ് പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ. ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ആസൂത്രണ കമ്മീഷനെയാണ്. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി ആയിരിക്കും. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാർലാൽ നന്ദയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അഹലുവാലിയയാണ്. പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷനാണ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് സ്ഥാപിതമായത് 1947-ആണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: തീമാറ്റിക് ഭൂപടം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ, ധരാതലീയ ഭൂപടം. ഭൂപടങ്ങളെ പ്രധാനമായും ചെറിയ തോത് ഭൂപടങ്ങളെന്നും വലിയ തോത് ഭൂപടങ്ങളെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ഭൂപ്രദേശങ്ങളെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടം. അതായത് ഉദാഹരണത്തിന് അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടങ്ങളൊക്കെ, വേൾഡ് മാപ്പിൻ്റെയും നമ്മുടെ ഇന്ത്യ ഭൂപടങ്ങളൊക്കെ ചെറിയ തോത് ഭൂപടങ്ങളാണ്. എന്നാൽ താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ അഥവാ വില്ലേജുകളുടെയൊക്കെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ട് വരയ്ക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ. ഉദാഹരണത്തിന് അതിൽ പെട്ടതാണ് ധരാതലീയ ഭൂപടവും കഡസ്ട്രിയൽ ഭൂപടവും. ഇനി ഭൂപടങ്ങളുടെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ പൊതുവെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്: ഭൗതിക ഭൂപടങ്ങളൊന്നും സാംസ്കാരിക ഭൂപടങ്ങളൊന്നും. ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണ്, നൈസർഗിക സസ്യജാലങ്ങൾ, ജ്യോതിശാസ്ത്രം, ദിനാവസ്ഥ, ഭൂവിനിയോഗം തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തി മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ സാംസ്കാരിക ഭൂപടങ്ങളാണ്. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളാണ് തീമാറ്റിക് ഭൂപടങ്ങൾ എന്നറിയപ്പെടുന്നത്. വിവിധ തരം ഭൂപടങ്ങൾ അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ച് പുസ്തക രൂപത്തിലാക്കുന്നതിനാണ് അറ്റ്ലസ് ഭൂപടം എന്ന് പറയുന്നത്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല
സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ അഥവാ ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. ധരാതലീയ ഭൂപടങ്ങൾ ചിത്രീകരിക്കാനുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷതകളാണ് ഭൗമോപരിതലത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ, നദികൾ, മറ്റു ജലാശയങ്ങൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുഭൂമികൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ഇതെല്ലാം ധരാതലീയ ഭൂപടങ്ങളിൽ ഉൾപ്പെടും. ലോകത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചത് അനാക്സിമാൻഡർ ആണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മർക്കാറ്ററാണ്. വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായി അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടോലിയസ് ആണ്. അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ച ടോളമിയാണ്. അക്ഷാംശ രേഖാംശങ്ങളുടെ സഹായത്തോടെ സ്ഥാനനിർണ്ണയം നടത്തുന്ന രീതി ആവിഷ്കരിച്ച ഹിപ്പാർക്കസ് ആണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ ഭൂപട ശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ധർമ്മനയം സ്വീകരിച്ച ഭരണാധികാരിയുടെ പേര് എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി, അശോകൻ. അശോകൻ ഭരണത്തിൽ വന്ന വർഷം BC 273 ആണ്. അശോകൻ എന്ന വാക്കിനർത്ഥം ദുഃഖത്തിൽ നിന്ന് മോചിതൻ എന്നാണ്. ദേവനാം പ്രിയൻ, പ്രിയദർശി രാജ എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന അശോകനാണ്. അശോക കലിംഗ രാജ്യം ആക്രമിച്ച വർഷം BC 261 ആണ്. ചരിത്രത്തിൽ ആദ്യമായി വനസംരക്ഷണ നിയമം പ്രഖ്യാപിച്ച രാജാവ് അശോകനാണ്. വന്യജീവി സങ്കേതങ്ങൾക്ക് തുടക്കം കുറിച്ച മൗര്യ രാജാവും അശോകനാണ്. ശിലാശാസനങ്ങളിലൂടെ തൻ്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് കൈമാറിയ ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയാണ് അശോകൻ. അശോകൻ്റെ ശിലാശാസനങ്ങളിൽ ഭൂരിഭാഗവും എഴുതപ്പെട്ടിരുന്ന ഭാഷ പ്രാകൃതായിരുന്നു. അശോകൻ്റെ ഭരണ ആശയങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് കലിംഗ ശാസനം. അശോകൻ്റെ ശിലാശാസനങ്ങളെ ആദ്യമായി വ്യാഖ്യാനിച്ച ചരിത്രകാരനാണ് ജെയിംസ് പ്രിൻസെപ്പ്. ശ്രീലങ്കയിലേക്ക് ബുദ്ധമത പ്രചാരണത്തിന് അശോകൻ അയച്ച് തൻ്റെ മക്കളായ മഹേന്ദ്രനെയും സംഘമിത്രയെയാണ്. ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യമാണ് മൗര്യ സാമ്രാജ്യം. ഭാരതത്തിലെ ആദ്യ ചക്രവർത്തിയായി കണക്കാക്കപ്പെടുന്നത് ചന്ദ്രഗുപ്ത മൗര്യനെയാണ്. മൗര്യന്മാരുടെ തലസ്ഥാനം പാടലിപുത്രം അഥവാ കുസുമധ്വജം എന്നാണ്. സ്ത്രീകളെ അംഗരക്ഷകരാക്കിയ ആദ്യ മൗര്യ ചക്രവർത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. ഗ്രീക്ക് രേഖകളിൽ സാൻഡ്രോകോട്ടസ് എന്നറിയപ്പെടുന്ന ചന്ദ്രഗുപ്ത മൗര്യനെയാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ സദസ്സിലേക്ക് അലക്സാണ്ടറുടെ ജനറലായി സെലൂക്കസ് നിക്കേറ്റർ അയച്ച അംബാസഡറാണ് മെഗസ്തനീസ്. മെഗസ്തനീസിൻ്റെ പ്രശസ്ത കൃതിയാണ് ഇൻഡിക്ക. പുരാതന ഇന്ത്യയിലെ കാനേശകുമാരിക്ക് തുടക്കം കുറിച്ച ഭരണാധികാരിയും ചന്ദ്രഗുപ്ത മൗര്യനാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ അന്ത്യം ശ്രാവണ ബൽഗോളിൽ വെച്ചിട്ടായിരുന്നു. ചന്ദ്രഗുപ്തനെ തുടർന്ന് അധികാരത്തിൽ വന്ന രാജാവാണ് ബിന്ദുസാരൻ. കുഷാന വംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കനിഷ്കൻ. കനിഷ്കൻ ഭരണത്തിൽ വന്ന വർഷം AD 78 ആണ്. ശകവർഷം ആരംഭിച്ചത് AD 78 ശകവർഷം ആരംഭിച്ച ഭരണാധികാരിയും കനിഷ്കനാണ്. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രവും അവസാന മാസം ഫാൽഗുനം എന്നാണ്. കനിഷ്കൻ്റെ തലസ്ഥാനം പുരുഷപുരമായിരുന്നു അഥവാ പെഷവാർ. കനിഷ്കൻ്റെ രണ്ടാം തലസ്ഥാനമായി കരുതപ്പെടുന്നത് മധുരയാണ്. ഗാന്ധാര കലയെ പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരിയാണ് കനിഷ്കൻ. രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്നത് കനിഷ്കനെയാണ്. ബുദ്ധൻ്റെ രൂപം ആദ്യമായി നാണയത്തിൽ ആലേഖനം ചെയ്ത രാജാവ് കനിഷ്കനാണ്. കനിഷ്കനെ ബുദ്ധമതം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തിയാണ് അശ്വഘോഷൻ. കനിഷ്കൻ കാശ്മീരിൽ നിർമ്മിച്ച നഗരമാണ് കനിഷ്കപുരം. ഇന്ത്യയിൽ വ്യാപകമായി സ്വർണ്ണ നാണയം പുറത്തിറക്കിയ രാജവംശമാണ് കുഷാനന്മാർ. ഇന്ത്യ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഗുപ്ത കാലഘട്ടമാണ്. ഗുപ്ത രാജവംശത്തിൻ്റെ സ്ഥാപകൻ ശ്രീഗുപ്തനാണ്. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ചന്ദ്രഗുപ്തൻ ഒന്നാണ്. ഗുപ്തന്മാരുടെ ഔദ്യോഗിക ഭാഷ സംസ്കൃതമായിരുന്നു. ഗുപ്തന്മാരുടെ ഔദ്യോഗിക മുദ്ര ഗരുഡനാണ്. ഗുപ്തന്മാരുടെ തലസ്ഥാനം പ്രയാഗാണ്. ചന്ദ്രഗുപ്ത ഒന്നാമൻ അധികാരത്തിൽ വന്ന വർഷമാണ് 320 AD. ഗുപ്തവർഷം ആരംഭിച്ചത് 320 AD മഹാരാജാതിരാജ എന്ന വിശേഷണം സ്വീകരിച്ച ഗുപ്ത രാജാവാണ് ചന്ദ്രഗുപ്തൻ I. ഗുപ്തർ സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് സമുദ്രഗുപ്തൻ. തെക്കേ ഇന്ത്യയിൽ ആക്രമണം നടത്തിയ ഗുപ്ത ഭരണാധികാരിയാണ് സമുദ്രഗുപ്തൻ. കവിരാജ എന്നറിയപ്പെടുന്ന ഗുപ്ത രാജാവാണ് സമുദ്രഗുപ്തൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തനെയാണ്. സമുദ്രഗുപ്തനെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ചത് വിൽസൺ സ്മിത്ത് ആണ്. സമുദ്രഗുപ്തൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന സ്തൂപലിഖിതമാണ് അലഹബാദ് ലിഖിതം. അലഹബാദ് ശാസനം രചിച്ച സമുദ്രഗുപ്തൻ്റെ പ്രശസ്തനായ മന്ത്രിയാണ് ഹരിസേനൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഗവൺമെൻറ്റിൻ്റെ ബാങ്കർ എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ സി, RBI. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്കുകളുടെ ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന റിസർവ് ബാങ്കാണ്.
RBI രൂപം കൊണ്ടത് ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ രൂപീകൃതമായത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമാകാൻ കാരണമായ ആക്റ്റാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. RBI നിലവിൽ വന്നത് 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പാസാക്കിയ വർഷം 1949 റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണ്. വൃക്ഷം എണ്ണപ്പനയുമാണ്. അന്താരാഷ്ട്ര നിധി IMFൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ്. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്കാണ്. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാനുള്ള അവകാശം റിസർവ് ബാങ്കിനാണുള്ളത്. പണസംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെൻറ്റിനെ ഉപദേശിക്കുന്നത് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്തും റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ CD ദേശ്മുഖുമാണ്. 1 രൂപ ഒഴികെയുള്ള എല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ധനകാര്യ സെക്രട്ടറിയാണ്. റിസർവ് ബാങ്കിൻ്റെ 2ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്കുകൾ. ഉദാഹരണത്തിന് ധനലക്ഷ്മി ബാങ്ക്, ഫെഡറൽ ബാങ്കൊക്കെ 2ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബാങ്കുകളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന് 1921 ജനുവരി 27 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയത് 1955 SBI ദേശസാൽക്കരിച്ച് 1955 SBIയുടെ സ്ഥാപക ചെയർമാൻ ജോൺ മത്തായിയാണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ 12 നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ശിവരാമൻ കമ്മീഷൻ. ഗ്രാമങ്ങളുടെ സാമ്പത്തിക വികസനവുമായി ആരംഭിച്ച ബാങ്കാണ് ഗ്രാമീൺ ബാങ്കുകൾ. റീജിയണൽ റൂറൽ ബാങ്ക് അതായത് RRBയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി നരസിംഹം കമ്മിറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്ക് സ്ഥാപിക്കപ്പെട്ടത് മൊറാദാബാദ്, ഉത്തർപ്രദേശിലാണ്. മീസോസ്ഫിയർ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എത്ര ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ C 50 മുതൽ 80 കിലോമീറ്റർ വരെ. ഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായി ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പ് അറിയപ്പെടുന്നതാണ് അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജനാണ്. വാതക സംരചനയിൽ ഐക്യരൂപമുള്ള അന്തരീക്ഷ ഭാഗമാണ് ഹോമോസ്ഫിയർ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന വാതകങ്ങൾ മിശ്രിത രൂപത്തിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഹോമോസ്ഫിയർ. ഭൂമിയിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗമാണ് ഹെട്രോസ്ഫിയർ. ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലവും ട്രോപ്പോസ്ഫിയറാണ്. ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരത്തിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരുന്ന പ്രക്രിയയാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന മേഖലയാണ് ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയറിന് മുകളിലായി 20 മുതൽ 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. വായുവിൻ്റെ തിരശ്ചീന ചലനം മൂലം വിമാനങ്ങളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് സ്ട്രാറ്റോപാസ് ആണ്. സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ഓസോൺ പാളി. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ കണ്ടുപിടിച്ചത് CF ഷോൺ ബെയിൽ ആണ്. ഓസോണിൻ്റെ തന്മാത്രാവാക്യം O3 ആണ്. ഓസോൺ പാളിയുടെ നിറം ഇളം നീലയാണ്. ഓസോൺ പാളിക്ക് വരുന്ന കേടുപാടുകൾ അറിയപ്പെടുന്ന ഓസോൺ ശോഷണം എന്നാണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളികൾ ഉണ്ടാവുന്ന വിള്ളലുകളെ അറിയപ്പെടുന്നത് ഓസോൺ സുഷിരം എന്നാണ്. ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയ സ്ഥലം ഹാലിബയാണ്, അന്റാർട്ടിക്കയിലെ ഹാലിബെ. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യമാണ് തുളസി. അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏറ്റാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിളയാണ് നെല്ല്.
അന്തർദേശീയ ഓസോൺ ദിനം സെപ്റ്റംബർ 16-നാണ്. ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോകോൾ അംഗീകരിച്ച വർഷം 1987 സെപ്റ്റംബർ 16. മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 1989 ജനുവരി 1. സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും തുടങ്ങി 50 മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലമാണ് മീസോസ്ഫിയർ. ഉൽക്കാവർഷ പ്രദേശമെന്ന് അറിയപ്പെടുന്നത് മീസോസ്ഫിയർ. മീസോസ്ഫിയറിനെയും തൊട്ടടുത്ത പാളിയായ തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് മീസോപാസ്. ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലമാണ് തെർമോസ്ഫിയർ. ഏറ്റവും താപനില കൂടിയ പാളിയും തെർമോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര സംരക്ഷണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർവരമ്പായി നിശ്ചയിച്ചിരിക്കുന്ന രേഖയാണ് കാർമൻ രേഖ. ഇത് ഭൗമോപരിതലത്തിൽ നിന്നും 100 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗമാണ്. തെർമോസ്ഫിയറിന്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ. അടുത്ത ക്വസ്റ്റ്യൻ, നൽകിയിട്ടുള്ളവയിൽ ഏറ്റവും നീളമുള്ളത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ഭൂമധ്യരേഖ. ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് സഹായിക്കുന്നതാണ് അക്ഷാംശരേഖകളും രേഖാംശരേഖകളും. ഏറ്റവും വലിയ അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ. 0 ഡിഗ്രി അക്ഷാംശരേഖ എന്നറിയപ്പെടുന്നതും ഭൂമധ്യരേഖയെ തന്നെ. വലിയ വൃത്തം എന്നറിയപ്പെടുന്ന സാങ്കല്പിക രേഖയും ഭൂമധ്യരേഖയാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖയിലാണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന ഏക രാജ്യമാണ് ബ്രസീൽ. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന വൻകരയാണ് ആഫ്രിക്ക. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഭൂഖണ്ഡങ്ങളാണ് ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത്. ഇതിനെ പ്രൈം മെറിഡിയൻ എന്നും അറിയപ്പെടുന്നു. ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്ന സ്ഥലമാണ് ലണ്ടനിലെ ഗ്രീനിച്ച്. മാനക രേഖാംശത്തിന് എതിർവശത്തുള്ള രേഖാംശ രേഖയാണ് 180 ഡിഗ്രി രേഖാംശ രേഖ. ഇതിനെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന രേഖയാണ് ഉത്തരായന രേഖ. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8 ആണ്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ലോകത്തിലെ ഓരോ രാജ്യത്തിൻ്റെയും ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെയാണ് മാനക രേഖാംശം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മാനക രേഖാംശമാണ് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും നീളമുള്ള ഉപദ്വീപീയ നദി ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ഗോദാവരി. പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഉപദ്വീപീയ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുന്നത് മൺസൂൺ മഴകളിൽ നിന്നാണ്. ഉപദ്വീപീയ നദികൾ കിഴക്കോട്ടൊഴുകുന്ന പ്രധാന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാന നദികളാണ് നർമ്മദ, താപ്തി, സബർമതി. നർമ്മദ, താപ്തി എന്നീ നദികളുടെ പതനസ്ഥലം അറബിക്കടലിലാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി നദി. 1465 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയും ഗോദാവരി നദിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി നദി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി നദി. ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളമുള്ള നദിയും ഗോദാവരിയാണ്. ഗോദാവരി നദിയുടെ പോഷക നദികളാണ് പെൻഗംഗ, ഇന്ദ്രാവതി, വർധ, പൂർണ്ണ. ഉപദ്വീപീയ നദികളിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള നദിയാണ് കൃഷ്ണ. 1400 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദിയാണ് കാവേരി നദി. കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ടായ കല്ലണ അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ പേരാണ് ഗ്രാൻഡ് അണക്കെട്ട്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. 1312 കിലോമീറ്ററാണ്. ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദയും താപ്തിയും. താപ്തിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ നഗരമാണ് സൂററ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏതെല്ലാം ഭ്രമണപഥങ്ങൾക്കിടയിലാണ് ഭൂമിയുടെ ഭ്രമണപഥം? ആൻസർ ഓപ്ഷൻ ബി, ശുക്രനും ചൊവ്വയ്ക്കും.
ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. ചൂട് കൂടിയ ഗ്രഹം ശുക്രനാണ്. ഏറ്റവും തണുത്ത ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്. ഭ്രമണവേഗത ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴമാണ്. ഭ്രമണവേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ശുക്രൻ. പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ബുധനും പരിക്രമണ വേഗത കുറഞ്ഞ ഗ്രഹം നെപ്റ്റ്യൂണുമാണ്. സൂര്യനിൽ നിന്നുള്ള ഏറ്റവും അകന്ന ഗ്രഹം നെപ്റ്റ്യൂൺ, സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധന്. ഭാരം കൂടിയ ഗ്രഹം വ്യാഴം, ഭാരം കുറഞ്ഞ ഗ്രഹം ബുധന്. അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ഭൂമിയാണ്. സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമിയാണ്. സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനി. ഗുരുത്വാകർഷണ ബലം കൂടുതൽ അനുഭവപ്പെടുന്നത് വ്യാഴത്തിലാണ്. ഗുരുത്വാകർഷണ ബലം കുറച്ച് അനുഭവപ്പെടുന്നത് ബുധനിലാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് സൂര്യൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത ഗ്രഹമാണ് ശുക്രൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശഗോളം ചന്ദ്രനാണ്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് പ്രോക്സിമ സെഞ്ചുറി. ആകാശത്തിലെ മറുത എന്നറിയപ്പെടുന്നത് ബുധനാണ്. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. പ്രദോഷ നക്ഷത്രം, പ്രഭാത നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ശുക്രനെയാണ്. തിളക്കമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നതും ശുക്രനാണ്. സൂര്യൻ്റെ അരുമ എന്നറിയപ്പെടുന്നതും ശുക്രനാണ്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നതും ശുക്രനെയാണ്. പച്ചഗ്രഹം യുറാനസ് ആണ്. ഉരുളുന്ന ഗ്രഹം യുറാനസ് ആണ്. കിടക്കുന്ന ഗ്രഹം, ആകാശത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന യുറാനസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിതഗ്രഹ വാതകം ഏത്? ആൻസർ ഓപ്ഷൻ എ, കാർബൺ ഡയോക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കൃഷി. അടുത്ത ക്വസ്റ്റ്യൻ, 1 സെൻറ്റിമീറ്റർ എന്നത് 4 കിലോമീറ്ററിനെ കാണിക്കുന്നു എന്ന പ്രസ്താവന രീതിയിലുള്ള തോതിനെ പ്രദർശക ഭിന്നകമാക്കുക. ആൻസർ ഓപ്ഷൻ ഡി, 1:4 lakh. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, പ്രധാനമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന കച്ചവട സംഘം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ സി,